ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മൊത്തം ചൂട് പിടിച്ച് നടക്കുന്ന ഒരു ചർച്ചയാണ് ബാല, എലിസബത്ത്, അമൃത, കോകില ഇവരെക്കുറിച്ചുള്ളത്. ഇവരുടെ വീഡിയോയുടെ എല്ലാം അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? മെജോറിറ്റി ആൾക്കാരും ഇപ്പൊ പറയുന്നത് ബാല നാർസിസിസ്റ്റ് ആണ് എന്നാണ്. ബാല അങ്ങനെയാണോ എന്നതിനെക്കുറിച്ച് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ബിക്കോസ് അയാളെ പേഴ്സണലി എനിക്കറിയത്തില്ല. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ പക്ഷേ ഈ റിലവന്റ് ആയ ഒരു ടേം അതിൽ നമ്മൾ കേട്ടു. നാർസിസിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ നാർസിസിസം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും സത്യത്തെ വളച്ചൊടിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളാണ് കുറ്റക്കാരി അല്ലെങ്കിൽ നമ്മളാണ് കുറ്റക്കാരൻ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ചില ആളുകൾ. അതുപോലെ തന്നെ അറ്റൻഷന് വേണ്ടി ക്രേവ് ചെയ്യുന്നവര്. വേറെ ചിലര് നമ്മളെ എപ്പോഴും തരം താഴ്ത്തി സംസാരിക്കുകയും നമ്മളെ പറ്റാവുന്നിടത്തൊക്കെ നമ്മളെ ഒന്ന് ചെറുതാക്കി സംസാരിക്കുകയും പെരുമാറുകയും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചിലര്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മള് ചിലപ്പം നമ്മുടെ ഫാമിലിയിലായിരിക്കാം, ചിലപ്പം ഫ്രണ്ട് സർക്കിളിലായിരിക്കാം, ചിലപ്പം വർക്ക് പ്ലേസിലായിരിക്കാം കണ്ടിട്ടുണ്ടാവും. നമുക്കെല്ലാവർക്കും ഒരാളെങ്കിലും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരിക്കും അല്ലേ? എപ്പോഴും വിക്ടിം പ്ലേ എടുക്കുന്നവർ. അതായത് അവരാണ് വിക്ടിം. അവരെയാണ് എല്ലാം ബാധിച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാര് ഉണ്ടാവും. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാവർക്കും ഒരാളെയെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ളവരെയാണ് ശരിക്കും ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ സവിശേഷതകളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ കൂടുതലായി പറയാൻ പോകുന്നത് എന്താണ് നാർസിസിസം? അതുപോലെ ഇതെങ്ങനെയാണ് ആഹ് മനസ്സിലാക്കുന്നത്? കൂടെ ജീവിക്കുന്ന ഒരു നാർസിസിസ്റ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഇനി ആണെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ മനസ്സമാധാനം കളയാതെ അതിനെ നമ്മുടെ മനസ്സമാധാനത്തെ ഒട്ടും നഷ്ടപ്പെടുത്താതെ എങ്ങനെ ഇങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യാം? ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നാർസിസിസം എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. ഒരു സെൽഫ് ഒബ്സഷനെ കുറിച്ചുള്ള മിത്തോളജി. പക്ഷേ ഇന്ന് അത് ജസ്റ്റ് സെൽഫ് ഒബ്സഷൻ എന്നതിനേക്കാളും ഉപരിയായി റിലേഷൻഷിപ്സിനെയും മെന്റൽ വെൽബീയിങ്ങിനെയും ഒക്കെ ഡീപ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ് ഈ നാർസിസിസം എന്ന് പറയുന്നത്. NPD എന്നാണ് ഇതിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. സൈക്കോളജിസ്റ്റ് പറയുന്നത് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ കൂടുതലായിട്ട് സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ളവരായിരിക്കും. അവർക്ക് എല്ലാവരാലും അഡ്മയർ ചെയ്യപ്പെടണം എന്നൊരു ഡീപ്പായിട്ടുള്ള ആഗ്രഹം അവർക്കുണ്ട്. എമ്പതി എന്നൊന്ന് അവർക്കില്ല. അവരുടെ തന്നെ ഫ്രജൈൽ ഈഗോ മൂലം വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്ക് അവരെ കാണുമ്പം എത്ര കോൺഫിഡൻ്റ് ആണ് എന്ന് തോന്നും. പക്ഷെ അവർ ആക്ച്വലി കോൺഫിഡൻ്റ് അല്ല. ഒട്ടും അവർക്ക് കോൺഫിഡൻസ് ഇല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വളരെ ഇൻസെക്യൂർ ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവർക്ക് എപ്പോഴും എല്ലാവരുടെയും വാലിഡേഷൻ വേണം, അംഗീകാരം വേണം. ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് റെഡ് ഫ്ലാഗ്സ് വെച്ചിട്ട് നമുക്ക് നാർസിസിസ്റ്റ് ആയവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് ഗ്രാൻഡ്യൂസിറ്റി അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്തോ ആണ് എന്നൊരു വിചാരമുള്ളവർ, എല്ലാവരെക്കാളും സ്പെഷ്യലാണ്, ഞാൻ ഇച്ചിരിയും കൂടി സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർ. അവർ സ്വയം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. രണ്ടാമത്തത് ലാക്ക് ഓഫ് എമ്പതി. ഒട്ടും എമ്പതി ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കെയർ ചെയ്യത്തേയില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, അവർക്ക് അതിൽ നിന്നൊരു ബെനഫിറ്റ് കിട്ടുന്നില്ല എങ്കിൽ അവരതിൽ ഇടപെടത്തില്ല. ഇനി ഇൻ കേസ് അവർ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ അവർക്ക് അതിൽ നിന്ന് എന്തോ നേട്ടമുണ്ട്. എന്തെങ്കിലും നേട്ടമില്ലാതെ ഒരിക്കലും വേറൊരാളുടെ ഇമോഷൻസിനെ ഇവർ കെയർ ചെയ്യത്തില്ല. അവർക്കതിന് പറ്റുകയില്ല. അപ്പം നമ്മളിപ്പം വളരെ ഇമോഷണലായിട്ട് അവരോട് റെസ്പോണ്ട് എത്ര ചെയ്തു എന്ന് വെച്ചാലും അവരത് ആർഗ്യൂ ചെയ്ത് തിരിച്ചതിനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അപ്പോൾ അതാണ് ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, റെഡ് ഫ്ലാഗ്, മാനിപ്പുലേഷൻ ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ്. ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് മിക്കവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് എന്താണെന്ന് അറിയണ്ടാവില്ല അല്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം ഈ നാർസിസിസ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, നിങ്ങളത് അഡ്രസ്സ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അവർ പറയും അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഇതൊക്കെ നിന്റെ തോന്നലാണ്, നീ ഒന്ന് വെറുതെ ഇരുന്നേ, വെറുതെ ഓരോ പൊട്ടത്തരം വിളിച്ചു പറയാതെ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാണ് എന്ന് പറയും. നമ്മുടെ വായടപ്പിക്കും. അങ്ങനെ ഈ റിയാലിറ്റിയെ അവർ ട്വിസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ അവർ കൺഫ്യൂസ് ചെയ്യിക്കും.
അവരാണ് വിക്ടിം. ഇനി ഇൻ കേസ് അങ്ങനൊരു സിറ്റുവേഷനെ കുറിച്ച് നമ്മളവരെ ബോധിപ്പിക്കുകയാണെങ്കിൽ അവരത് ട്വിസ്റ്റ് ചെയ്തിട്ട് അവരാണ് വിക്ടിം എന്നവര് വരുത്തി തീർക്കും. നമ്മളെയും അവരങ്ങനെ വിശ്വസിപ്പിക്കും എന്നുള്ളതാണ് അതിന്റെ ആം, ഒരു ഭീകരാവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ സ്വയം വിശ്വസിച്ചു പോകും. "ഓ! ശരിയാണോ ഇവര് പറയുന്നത്? ഇവരാണല്ലോ കൂടുതൽ ബാധിക്കപ്പെട്ടിരിക്കുന്നത്" എന്ന് നമ്മളെ അവരങ്ങ് വിശ്വസിപ്പിക്കും. നമ്മൾ നമ്മുടെ സാനിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അതാണ് ഈ മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും. അതൊരു റെഡ് ഫ്ലാഗ് ആണ് കേട്ടോ. ഇനി അടുത്തത് കോൺസ്റ്റന്റ് നീഡ് ഫോർ വാലിഡേഷൻ. ഇത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. എപ്പോഴും വാലിഡേഷന് വേണ്ടി ഇവർ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റൻഷൻ, വാലിഡേഷൻ, മറ്റുള്ളവരുടെ അംഗീകാരം ഇവർക്ക് എപ്പോഴും വേണം. ആരും കുറ്റം പറയുന്നത് ഇഷ്ടമില്ല. എല്ലാവരും നല്ലത് മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. പിന്നെ വരുന്നത് പ്ലേയിങ് ദ വിക്ടിം. ഇതും ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എപ്പോഴും വിക്ടിം കാർഡ് എടുക്കും ഇവര്. അതായത് അവരായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിൽ അവരൊരിക്കലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തേയില്ല. അതിന് പകരമായിട്ട് അവർ ആ സിറ്റുവേഷനെ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യും. എന്നിട്ട് അവരാണ് അതിൽ വിക്ടിം എന്ന് സ്ഥാപിക്കാൻ നോക്കും. അതാണ് വിക്ടിം പ്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാനിപ്പുലേഷൻ ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ് ഇത് രണ്ടും കൺഫ്യൂഷൻ ആവണ്ട. ഈ മാനിപ്പുലേഷൻ ആൻഡ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരും നമ്മളെ അത് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കും. അതായത് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കും. പ്ലേയിങ് ദ വിക്ടിം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് അതിലവര് പരാജയപ്പെട്ടു, ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ട് എന്ന് നമ്മളവരെ ബോധിപ്പിക്കുമ്പോൾ അവർ ഉടനെ ആ സിറ്റുവേഷനെ ഫ്ലിപ്പ് ചെയ്തിട്ട് അവരാണ് വിക്ടിം എന്നവര് അത് തർക്കിച്ച് വരുത്തി തീർക്കും. പീഡിയയുടെ പിന്നിലെ സൈക്കോളജിയെക്കുറിച്ചറിയാം. അത് പലരുടെയും സംശയമാണ്. ഇങ്ങനെയുള്ളവർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇത് ജെനറ്റിക് ആണോ? ജെനറ്റിക് റീസൺസ് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? അതോ ഇനി എന്തെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ ഇതിന് കാരണമെന്നാണ്. പക്ഷേ പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയാവോ? ജെനറ്റിക് റീസൺസും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇതിന് കാരണമാവുന്നതെന്നാണ്. പല നാർസിസിസ്റ്റിന്റെയും ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവരെ പഠനവിധേയമാക്കിയപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് മിക്കവർക്കും തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ വല്ലാതെ അവഗണന നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദോഷകരമായ മറ്റൊന്നാണ് ഒരു പരിധിക്കപ്പുറം വല്ലാതെ പുകഴ്ത്തി മക്കളെ വളർത്തുന്നത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവർ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്തോ സുപ്പീരിയർ ആണ് എന്നുള്ളൊരു വിചാരത്തിൽ വളരും. അത് പിന്നീട് ഭാവിയിൽ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേറൊന്നാണ് ഓവർ പ്രൊട്ടക്റ്റീവായ പാരൻസും അല്ലെങ്കിൽ സിവിയർ ആയിട്ട് കുറ്റപ്പെടുത്തുന്ന പാരൻസും. ഇത് രണ്ടും ദോഷകരമാണ്. ഒരുപാട് പ്രൊട്ടക്റ്റീവായിട്ട് നടന്നാലും അതുപോലെ തന്നെ വളരെ സിവിയർ ആയിട്ട് ഒരു ചെറിയ മിസ്റ്റേക്സിന് പോലും ഒത്തിരി സിവിയർ ആയിട്ട് അവരെ പണിഷ് ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പാരൻസും ഈ പിള്ളാരോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. വലുതാവുമ്പോൾ അവരിങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളായിട്ട് മാറുന്നു. അവര് ഇങ്ങനെ ഈ അനുഭവങ്ങളുള്ള കുഞ്ഞുങ്ങളെല്ലാം മിക്കവരും തന്നെ ഭാവിയിൽ വളർന്ന് വലുതാവുമ്പോൾ ഈ എൻപിഡിയുടെ ട്രേറ്റ്സ് കാണിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ചില കേസുകളിൽ വളരെ ഡീപ്പായി ഇൻസെക്യൂരിറ്റി ഫീലിൽ നിന്നുണ്ടാവുന്ന ആണ് എൻപിഡി എന്നാണ് കണ്ടിട്ടുള്ളത്. ഒട്ടും എളുപ്പമല്ല കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെ ബുദ്ധിപരമായിട്ട് ഇവരെ നേരിടാം, നമ്മുടെ മനസ്സമാധാനം കളയാതെ എങ്ങനെ ഇവരെ ഡീൽ ചെയ്യാം എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സെറ്റ് ക്ലിയർ ബൗണ്ടറി. അതായത് ഇങ്ങനെയുള്ള ആൾക്കാര് വളരെയധികം കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നമ്മള് ക്ലിയർ ആയിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതിൽ നമ്മൾ ഫേം ആയിട്ട് നിൽക്കുക. രണ്ടാമത്തെ കാര്യം അവരുടെ ഡ്രാമയിൽ വീണു പോകരുത്. അതായത് ഇങ്ങനെയുള്ള ആൾക്കാര് ആർഗ്യൂ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പൊ അവരവരുടെ നമ്മൾ ഇവരോട് ആർഗ്യൂ ചെയ്യുന്നത് ഒരു ഭിത്തിയോട് ആർഗ്യൂ ചെയ്താൽ എങ്ങനെയിരിക്കും? അതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? ഇല്ല. വെറുതെ നമ്മുടെ കുറെ എനർജിയും നമ്മുടെ മനസ്സമാധാനവും പോകുന്നു എന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമായില്ലേ നമ്മളൊരു ഭിത്തിയോട് ആർഗ്യൂ ചെയ്യുന്നത്. എക്സാക്ട്ലി സെയിം ആണ് ഒരു എൻപിഡി ഉള്ള ആൾക്കാരോട് ആർഗ്യൂ ചെയ്യുന്നത്. ഒരു പ്രയോജനവുമില്ല. അവരെ അത് ഒരു തരത്തിലും മാറ്റാൻ പോകുന്നില്ല. ഇതൊരിക്കലും മാറില്ല. വളരെ റെയറായിട്ട് അവര് തന്നെ വിചാരിച്ച് തെറാപ്പിയൊക്കെ എടുത്തിട്ട് മാറിയ വളരെ റെയറായ കാര്യങ്ങളേ കേട്ടിട്ടുള്ളൂ. പക്ഷേ അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഇവരുടെ ഒരു ഡ്രാമയിലേക്ക് നമ്മള് വീണു പോകാതെ ഒഴിഞ്ഞു മാറണം.
അവര് നമ്മളെത്ര ആർഗ്യൂ ചെയ്താലും അവരതിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വാക്കുകളെ അവര് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ബുദ്ധിയുള്ളവർ ഒഴിഞ്ഞു മാറുക. അതാണ് ഏക വഴി. അത് കഴിഞ്ഞിട്ടുള്ളത് ഗ്രേ റോക്ക് മെത്തേഡ് എന്ന് പറയും. ഇത് വളരെ എഫക്റ്റീവ് ആയൊരു മെത്തേഡാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവര് ആർഗ്യൂ ചെയ്യാൻ വലിയ താല്പര്യമുള്ളവരായിരിക്കും. അപ്പൊ അവരെന്തെങ്കിലും മാനിപ്പുലേഷനുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു, എന്തെങ്കിലും തർക്കിക്കാൻ പോവുകയാണ് എന്ന് കാണുമ്പഴേ വളരെ ഡള്ളായിട്ട് ഒരു ഇമോഷനും ഇല്ലാതെ, ഒരു വികാരവും ഇല്ലാതെ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ളവര് നമ്മളുടെ അടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് വരുമ്പഴത്തേക്കും നമ്മളുടെ ഇമോഷൻസിനെ അത് ട്രിഗർ ചെയ്യും. അപ്പൊ നമ്മൾ തിരിച്ച് നമ്മുടെ സത്യത്തെ വിളിച്ചു കൂകും. നമ്മൾ വല്ലാതെ ഇമോഷണൽ ആവും. അപ്പൊ നമ്മളുള്ള കാര്യങ്ങളെല്ലാം വളരെ സങ്കടപ്പെട്ട് കരഞ്ഞു കൂവി വിളിച്ചു കൂകും. പക്ഷേ ഇത് അവർക്കൊരു ഫ്യൂവൽ ആവത്തേ ഉള്ളൂ. ഒന്നും കൂടെ ആളിക്കത്തിക്കത്തേ ഉള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇവരിങ്ങനെയാണ്, ഇവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവര് ഈ മാനിപ്പുലേഷനുമായിട്ട് വരുമ്പഴേ വളരെ ഡള്ളായിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക. അതായത് ഇപ്പം യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ തിരിച്ച് അവരെ പ്രൊവോക്ക് ചെയ്യണം എന്നല്ല പറയുന്നത്. അവര് വരുന്നു, ഓക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മൂളലിൽ ഒതുക്കുക. ആണോ? അല്ലെങ്കിൽ അല്ല അല്ലേ? അങ്ങനെ എന്തെങ്കിലും പറയുക. അപ്പോഴത്തേക്കും അവരുടെ ഇൻട്രസ്റ്റ് അങ്ങ് കെട്ടടങ്ങും. അവര് നിർത്തിക്കോളും. അത് പഴയൊരു ചൊല്ലുണ്ടല്ലോ, 2 കൈയും കൂട്ടിയിടിച്ചാലേ ശബ്ദമുള്ളൂന്ന്. അത് നമ്മുടെ കയ്യിൽ ന്യായമില്ലാത്തോണ്ടല്ല നമ്മൾ സംസാരിക്കാത്തത്. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഇത് ആക്ച്വലി ഒരു ഡിസോർഡർ ആണ്. ഇവരെക്കൊണ്ട് ഇത് നമ്മൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നൊരു റിയലൈസേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് ആണ്. അതായത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ ഡള്ളായിട്ടായിരിക്കണം. അപ്പൊ അവരങ്ങ് നിർത്തിക്കോളും. ഇനി അടുത്ത മെത്തേഡ് നമ്മളെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുക. സെൽഫ് കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവുക മറ്റേ ആളിൽ നിന്നും. അപ്പം നമുക്ക് കൂടുതലും നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും അവരെ മാറ്റാൻ പറ്റില്ല. പക്ഷേ അവർക്ക് നമ്മളിലുള്ള പവറ് അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളെ അവര് ഭരിക്കാനുള്ള ഒരവസരം അവർക്ക് കൊടുക്കരുത്. കൂടുതലായിട്ട് നമ്മളിലേക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് കൂടുതൽ ഹെൽപ്ഫുൾ ആയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പിന്നെ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യം ആണ്, നമുക്ക് വേറൊരു വഴിയുമില്ല. നമുക്ക് തെറാപ്പിസ്റ്റിന്റെ സഹായം തേടാം. അതായത് ഇങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് അവര് മാനസികമായിട്ട് വളരെയധികം ബാധിച്ചിട്ടുണ്ടാവും. അവര് തന്നെ അത് റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഈ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോവുകയും അവരോട് സംസാരിക്കുകയും പ്രൊഫഷണലായ ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവരുടെ അബ്യൂസ് മൂലം നമുക്കുണ്ടായ ആ ഒരു ട്രോമയിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ നാർസിസിസ്റ്റിനെ നമുക്ക് ഡീൽ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തേയില്ല. അങ്ങനെ ശ്രമിക്കുന്ന ഒരു മണ്ടത്തരം തന്നെയാണ്. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യം എന്താണ്? അവരുടെ ബിഹേവിയർ ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളത് മനസ്സിലാക്കുന്നിടത്താണ് ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുന്നത്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനത്തെ ഈ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ചുരുക്കം. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ വിഷയം ആർക്കെങ്കിലും, നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും സഹായമാകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ കണ്ടന്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.